ഭയങ്കര ടഫാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ആയാലും ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാതെ നൈസായിട്ട് വിട്ടാൽ പ്രേക്ഷകർ അത് കണ്ടുപിടിക്കും. മേ ബി നമ്മുടെ ഹിസ്റ്ററി അത്രമാത്രം അത്ര ഡോക്യുമെന്റഡ് അല്ല, റെക്കോർഡഡ് അല്ല. സെയിം ടൈമിൽ ജീവിച്ച സാർ എപ്പോഴും പറയും, ഷേക്സ്പിയറിന്റെ ആണെങ്കിൽ പോലും അവരുടെ ഹിസ്റ്ററി റെക്കോർഡഡ്. ഈ ഏജ് ഓഫ് മാഡ്നസിന്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസ് കൈൻഡ് ഓഫ് മ്യൂസിക് അതിൻ്റെ ഏറ്റവും എൻഡിൽ ആണ് വരുന്നത്. അപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു സിനിമയിൽ അത് എവിടെയെങ്കിലും വരണമെന്ന് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ കാലത്ത് അതേപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ അത് സിനിമ കാണുന്നത് ഇക്കാലത്തുള്ള ആളുകളാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഇത്തിരി ഒരു ചലഞ്ചുള്ള ഒരു കാര്യമായി. ഈ പ്രേമയുഗം എന്നാണ് അതിനെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ടിക്കോരൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ ചർച്ചകളിലുണ്ടോ ഒരു സിനിമയാക്കാനൊക്കെ ഉള്ള? രാവിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തില്ല. മീഡിയ വണ്ണിനൊപ്പം ബ്രഹ്മയുഗം ടീമാണുള്ളത്. ടി.ഡി. രാമകൃഷ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, രാഹുൽ സദാശിവൻ, അർജുൻ അശോകൻ. സ്വാഗതം. ഇപ്പോൾ ബ്രഹ്മയുഗം കണ്ടു, അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റയർ ടീമിന് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് തന്നതിന് ഒരുപാട് നന്ദി, അഭിനന്ദനങ്ങൾ. ഇപ്പം ഇത് ആദ്യം തന്നെ പ്രസ് മീറ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് അങ്ങനെ ഒരു വലിയ ഹൊറർ പ്രതീക്ഷിച്ചിട്ട് വരരുതെന്ന്. അപ്പം ഈ സിനിമ കണ്ട സമയത്ത് അതിൻ്റെ ഒരു അണ്ടർലൈൻ ഒരു കാര്യമായിട്ട് തോന്നിയത് പവറാണ് ഇതിനകത്തുള്ള ഹൊറർ അല്ലെങ്കിൽ ടെറിഫൈങ് എലമെൻറ്റ്. ഈ പുറത്ത് കാണുന്ന രൂപങ്ങളോ ബാക്കി ഉള്ള ശബ്ദങ്ങളോ ഒന്നുമല്ല, പവർ എങ്ങനെ കൈമാറി വരുന്നു അതാണ് ആ പേടി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രഹ്മയുഗം പക്ഷെ അതിനകത്ത് ഒരുപാട് മിത്തിക്കൽ സ്റ്റോറീസും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മയുഗം എന്നുള്ള ഒരു സിനിമയ്ക്കുള്ള ഒരു തോട്ട് ഫസ്റ്റ് വരുന്നത് ഈ പവറിനെ എങ്ങനെയെങ്കിലുമൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യണം എന്നുള്ളതിൽ നിന്നാണോ, അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ കഥകളൊക്കെ കേട്ടതിന് ശേഷം അതിലേക്ക് ഈ പവർ എലമെന്റ് വരുമായിരുന്നോ? എന്താ ശരിക്കും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തായിരുന്നു? സ്റ്റാർട്ടിംഗ് പോയിന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ പീരിയഡ് സെറ്റിംഗ് മമ്മൂക്ക, ഇത് ഈ 3 തോട്ടായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ അതിൻ്റെ എഴുതി വന്നപ്പോൾ ഓക്കെ ഇതിൽ വേറെ എന്തൊക്കെയോ ഓപ്പൺ അപ്പ് ആയി വരുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ കുറച്ച് പവർ ആൻഡ് കറപ്ഷൻ ഇങ്ങനത്തെയൊക്കെ ഒരു സാധനം കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ വരണമെങ്കിൽ ഇങ്ങനത്തെ 3-4 ക്യാരക്ടേഴ്സ്, ആ 3 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു പവർ ഡൈനാമിക്സ് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഓപ്പൺ അപ്പായി വരുമ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വന്ന് അങ്ങനെയാണ് അത് ഫോം ആയത്. സോ അതൊക്കെ ആ റൈറ്റിംഗ് സ്റ്റേജിൽ മെല്ലെ വന്നതാണ്. ബട്ട് അത് ചൂസ് ചെയ്ത ഫോമാറ്റ് ഹൊററായി എന്നുള്ളത് അതിൻ്റെ മീഡിയം. ഇപ്പം ഇതിൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ നിന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. ഇപ്പം എല്ലാവരും ഇതിലത്തെ വേഷത്തെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം സ്പിരിറ്റിലൊരു വേഷം, അങ്ങനെ പല പല വേഷങ്ങൾ. അപ്പം അതിൻ്റെ ഇടയിൽ ഡയറക്ഷനും ഒക്കെ ആയിട്ട് സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇതിലകത്തെ വേഷത്തെ പറ്റി പറയുമ്പം ഒരു ഭയങ്കര രസമുള്ളൊരു പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് നമ്മൾ ഈ റോഷാക്കിൽ പെട്ടെന്ന് ബിന്ദു പണിക്കരുടെ കഥാപാത്രം ലൂക്കിനേക്കാളും മേലൊരു പവർ ഹോൾഡ് ചെയ്യുന്നൊരു അവർ തമ്മിലുള്ളൊരു ഫേസ് ഓഫിൽ വരുന്നൊരു ഫീലുണ്ട്. പെട്ടെന്ന് സിദ്ധാർത്ഥ് ഭരതൻ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു പവർ ഹോൾഡ് ചെയ്ത് എത്തുന്ന ഒരു ഫീല് തോന്നും. അപ്പം ഈ കഥാപാത്രത്തിന് ഇപ്പം കിട്ടുന്ന പ്രശംസയാണെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു ആളുടെ ഇമോഷൻ എന്താണെന്നാണ് നിങ്ങൾ തമ്മിൽ കൺവേ ചെയ്ത് പറഞ്ഞത്? അല്ലെങ്കിൽ ഇപ്പം ഈ വെപ്പുകാരൻ്റെ നമ്മൾ എന്താണെന്ന് പിടികൊടുക്കരുത്, അങ്ങനത്തെ ഒരു അത് തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ഈ മുമ്പേ നിങ്ങൾ പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ സാധനങ്ങളൊക്കെ അത് ആ എഴുത്തിൻ്റെ ഗുണമാണ്. എഴുത്തിൽ തന്നെ 3 ക്യാരക്ടേഴ്സിനെയും ഡിഫൈൻ ചെയ്യുകയും അതിൻ്റെ ഡെപ്ത് കൊടുക്കുകയും ഒരു പോയിന്റിൽ അവരവരുടെ സാധനങ്ങൾ വരികയും ചെയ്യണമൊക്കെ ആയിട്ട് ആ എഴുത്തിൽ അത് കുറേ ഉണ്ട്. നമ്മളത് എനാക്ട് ചെയ്താൽ മതി കുറച്ച്. അപ്പോൾ ആ എനാക്ടിങ് കൊള്ളാമെന്നാണ് പറയുന്നത്. ഇപ്പം ഒരുപാട് രസമുള്ള ഈ ചരിത്രവും മിത്തും ഒക്കെ കൂടുന്ന ഒരുപാട് നോവൽസ് എഴുതിയിട്ടുള്ളതാണ്. ഇപ്പം ഇട്ടിക്കോരയാണെങ്കിലും ആൽഫയാണെങ്കിലും ഇപ്പോൾ സുഗന്ധിയിലാണെങ്കിലും ഒക്കെ ചരിത്രവും അതിനെ കാലികമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി ഇല്ലാതെ ഒരുപാട് എഴുതാൻ പറ്റുന്ന ഒരാളാണല്ലോ. അപ്പം നമ്മൾ വേറൊരാളുടെ കഥയിലേക്ക് അയാൾ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾക്കുള്ള ഡയലോഗ് എഴുതുക എന്ന് പറയുമ്പം അത് എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്ത് എടുക്കുക? അല്ല, അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് സംസാരിച്ച് ഏകദേശം ഞങ്ങൾക്ക് ഒരുമിച്ചെത്താവുന്ന പോയിന്റുകളുണ്ടായിരുന്നു. നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ അതും കഥയുടെ രൂപത്തിൽ തന്നെയാണ് അത് വരുന്നത്. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനിടയിലാണ് അതിൻ്റെ ഒരു പവർ ഡൈനാമിക്സ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്.
അത് വരുമ്പോൾ ആ കാലത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒരു സംഭാഷണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇത്. എന്നാൽ ആ കാലത്ത് അതേപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ അത് സിനിമ കാണുന്നത് ഇക്കാലത്തുള്ള ആളുകളാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഇത്തിരി ഒരു ചലഞ്ചുള്ള ഒരു കാര്യമായി. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു അധികാരത്തിൻ്റെ ഒരു വടംവലികളും കറക്റ്റായിട്ട് ഈ ഡയലോഗിൽ വരണം. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് പറയണം, ഏറ്റവും കൂടുതൽ കേൾക്കുന്നവൻ്റെ മനസ്സിലേക്ക് തോന്നണം എന്ന്. കലയുടെ ഒരു സ്വഭാവം അതാണ്. ഇപ്പം എഴുത്തിലുള്ള കല എന്ന് പറയുന്നത് ഭാഷ ഉപയോഗിച്ചുള്ള, ഇത് വാസ്തവത്തിൽ ചെയ്യുന്ന സിനിമ സംവിധായകനെയാണ് 100%. ഞങ്ങളൊക്കെ അതിൽ പലതരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ രാഹുൽ ആഗ്രഹിക്കുന്ന ആ സിനിമ വരാൻ വേണ്ടി അതിനനുയോജ്യമായ രീതിയിൽ സംഭാഷണങ്ങൾ ചെയ്യുക. എന്നാൽ അതേസമയം തന്നെ തീർച്ചയായിട്ടും പുതിയൊരു കാലത്ത് നന്നായിട്ട് കൺവേ ചെയ്യുന്ന തരത്തിൽ പുതിയ കാലത്തെ ഒരു ജീവിതം പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്ന തരത്തിൽ ഒരു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ. പല തരത്തിൽ നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുന്നു. അപ്പം അതിനുള്ള ഇതാണ് ഇപ്പോൾ സിനിമയിൽ മൊത്തമായിട്ട് രാഹുൽ അതാണ് ചെയ്തിരിക്കുന്നത്, ഡയലോഗിൽ ഞാനും അതാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. നമുക്ക് പലതരത്തിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഇപ്പം അർജുൻ അശോകന്റെ തേവൻ എന്ന് പറയുന്ന ഇപ്പൊ പാണനായിട്ടുള്ള ഒരു കഥാപാത്രത്തെ നോക്കുമ്പം പേടി നേരത്തെയും പലപ്പോഴും കൈകാര്യമൊക്കെ ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് ആണ്. പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിൽ ഒരു അടിമത്തത്തിന് തുല്യമായിട്ടുള്ള ഒരു പേടിയാണ് ആ കഥാപാത്രത്തിന്. ഒരു പോയിന്റിലും അയാൾക്ക് അതിനകത്തുനിന്ന് പുറത്ത് വന്ന് ഒരു ധീരനായിട്ടോ അല്ലെങ്കിൽ ബേസിക്കലി അവനവന് വേണ്ടിയിട്ട് പുറത്തു വരാനൊന്നും അയാൾക്ക് സാധിക്കുന്നില്ല. പിന്നെ അപ്പം അയാളുടെ ഒരു പ്രത്യേക, അയാൾ എപ്പോഴും ഇങ്ങനെ ഒരു തലകുനിഞ്ഞും അങ്ങനെയൊക്കെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ ഈ ഒരു കഥാപാത്രത്തിന്? അല്ലെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ആ കാലഘട്ടത്തിലും കൂടിയാണല്ലോ, അപ്പം അതിനുവേണ്ടി പ്രത്യേകം എന്തെങ്കിലുമൊക്കെ കാണുകയോ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? അതല്ല, ഞാൻ വായിച്ചു എന്നുള്ള രീതിയിൽ ചോദിച്ചതാ. ശരി, താങ്ക്സ്. പിന്നെ റെഫറൻസ് അല്ല ചേച്ചി, ഒരു അപ്പൊ ആ കാലത്തിലൊരു കഥാപാത്രം നമ്മൾ ചെയ്യണ സമയത്ത് ഇവരിപ്പോ എന്താ വെച്ചാല് രാഹുലേട്ടനും എല്ലാവരും ലേഡീസ് എല്ലാവരും ഇതിനെപ്പറ്റി റെഫറൻസ് അല്ലെങ്കിൽ കുറെ എന്തായാലും ഇതിനെപ്പറ്റി നോക്കി സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ഈ ഒരു പരിപാടി ചെയ്യാം. അപ്പൊ നമ്മൾ ചെന്ന് നേരെ ചോദിക്കുക എങ്ങനെ നിൽക്കുക, എന്തായിരിക്കും ബിഹേവിയർ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞുതരാം. അപ്പോൾ 2, 3, 4 ദിവസം കഴിയുമ്പോൾ ഗ്രാജുവലി അത് ഒരു സീനും പല തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ കവർ ചെയ്ത് വരുമ്പോഴേക്കും ഒരു ട്രാക്കിലേക്ക് എത്തും. പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ ഇവർ ഫൈൻ ട്യൂൺ ചെയ്യുള്ളൂ. കൂട്ടണേയും കുറച്ച് കൂട്ടി ചെയ്യാം, കുറക്കണേയും കുറച്ച് ചെയ്യാം. അപ്പോൾ ഇവർക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ട് എങ്ങനെ ഇരിക്കുക ക്യാരക്ടർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് കൺവേ ചെയ്യാം. നമ്മളത് ആക്ട് ചെയ്ത് കാണിച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ എന്ന് പറയില്ലെങ്കിൽ അത് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് പാടുണ്ടായത്. ഈ തീം എഴുതുമ്പോൾ കുറേ റിസർച്ച് മെറ്റീരിയൽ ആവശ്യം ആണ്. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏതൊരു പ്ലാറ്റ്ഫോമും ഇല്ല. റിസർച്ച് വൺ റീസൺ ഇസ് ബിക്കോസ് മേ ബി നമ്മുടെ ഹിസ്റ്ററി അത്രമാത്രം ഡോക്യുമെന്റഡ് അല്ല, റെക്കോർഡഡ് അല്ല. സെയിം ടൈമിൽ ജീവിച്ച സാർ എപ്പോഴും പറയും, ഷേക്സ്പിയറിന്റെ ആണെങ്കിൽ പോലും അവരുടെ ഹിസ്റ്ററി റെക്കോർഡ്. നമ്മുടെ എഴുത്തച്ഛൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതേ സമയത്തുണ്ടായിരുന്ന ഷേക്സ്പിയറെ പറ്റിയിട്ട് വളരെ അതേപോലെ നമ്മൾ എവിടെ നിന്നാണ് റെഫറൻസ് എടുക്കുന്നത്? ഇത് ഇറ്റ്സ് ഓൾ ഇമാജിനേഷൻ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കാം ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടാവുക, അവരുടെ ഡ്രസ്സിങ് ഇങ്ങനെ ആയിരിക്കാം, അവരുടെ വീട് സാഹചര്യം ഇങ്ങനെ ആയിരിക്കാം. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മാതിരി തന്നെ ദിസ് ഇസ് അണ്ടർലൈങ് തിങ് അബൌട്ട് പവർ കറപ്ഷൻ. ബട്ട് ആ ഒരു ടൈമിൽ ദിസ് ഓൺലി പവർ, കറപ്ഷൻ, പോവർട്ടി, ഹങ്കർ, സിക്നസ്, ഡിസീസ്, ഈ തീം തന്നെ ഉള്ളൂ. ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആര് സിനിമ എടുക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എന്തായാലും എലമെന്റ്സ് വരും. സോ ദിസ് നത്തിങ് മോർ ടു എക്സ്പ്ലോർ ആ ഒരു ടൈമിൽ. നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക് ഉണ്ടല്ലോ. ഇപ്പം ഇതിനകത്ത് വീടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിൽ ശരിക്കും അതിൽ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ ഡീറ്റെയിലിംഗ് അധികം കൊടുക്കേണ്ടി വരില്ല എന്ന് ഒരു
റീഡിങ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആളുകൾക്ക് നമ്മൾ ഇന്നൊരു സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വീടിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്, അവിടെ കെട്ടിത്തൂക്കിയിട്ടിരുന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് കൺവേ ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടുകയാണോ ഈ പ്രൊഡക്ഷനിൽ വേണ്ടി വരിക, അതോ ഈ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ആർട്ട് വർക്ക് സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആണോ? Definitely it's ഭയങ്കര ടഫാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ആയാലും ഒരു ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാതെ നൈസായിട്ട് വിട്ടാൽ പ്രേക്ഷകർ അത് കണ്ടുപിടിക്കും. സോ യു ഹാവ് ടു ഡു ഇറ്റ്. ഇഫ് യു ആർ ഡൂയിങ് 100% എല്ലാത്തിലും ചെയ്യാം അല്ലേ? പിന്നെ ഇറ്റ്സ് ആ ഞാൻ കാലഘട്ടം ചോദിച്ചത് വ്യത്യാസം ഉണ്ടാവുന്നു, നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുമോ അതോ ലൈക്ക്? ഡെഫിനറ്റ്ലി എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. കാരണം അതിലിപ്പോൾ ഓരോ പോട്ടറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 4 ചട്ടിയും 10 കലവും ഇങ്ങനെ കമ്മി. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം ഒരേ ഷെയ്ഡ്സ് ആയിരിക്കും. ആ ഷെയ്ഡ്സിൽ ഡിഫറൻസ് കൊണ്ടുവരുന്നെങ്കിൽ ആർട്ട് ഡയറക്ടർ അത് മാറ്റണം, ഷെയ്ഡ്സ് മാറ്റണം. എന്നാലേ ക്യാമറയിൽ കാണുമ്പോൾ അത് പല ഷെയ്ഡ്സ് ആയിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ബ്ലാക്ക് ആവും, അല്ലെങ്കിൽ എല്ലാം വൈറ്റ് ആയി തോന്നും. അത്ര ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ വൈസ് അത്രമാത്രം എഫേർട്ട് ഇട്ടാൽ ഫ്ലോർ അതിൽ ഓരോന്നിലും ഫ്ലോർ ടെക്സ്ചർ വേറെയാണ്. ഇപ്പോൾ ടുവേഴ്സ് ദി എൻഡ് അവിടെ വെള്ളമുണ്ട്, വെള്ളത്തിനകത്തുണ്ട്, ഫ്ലോർ വേറെ ടെക്സ്ചറാണ്, റൂഫിന് വേറെ ടെക്സ്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നെല്ലറായി പോയി കഴിഞ്ഞാൽ അതിനൊരു ടെക്സ്ചറുണ്ട്. പിന്നെ പല സിറ്റുവേഷൻസിൽ ഈ ക്യാരക്ടേഴ്സ് പെടുന്നതിൽ അതിലൊരു ടെക്സ്ചേഴ്സ് ഉണ്ട്. സോ എല്ലാം അത് സ്റ്റഡി ചെയ്ത് ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ കളർ വർക്കിന്റെ കാര്യത്തിൽ. ഓക്കെ. പിന്നെ ഈ കഥാപാത്രത്തിനെ വെപ്പുകാരനാക്കുക എന്നുള്ളത് ലൈക്ക് ഇയാളോട് ഭയങ്കരമായിട്ട് ആ പവർ കാണിക്കുന്നുണ്ടല്ലോ, ഇയാൾക്ക് വേണ്ടി എല്ലാം ചെയ്യണം എന്നുള്ള രീതിയിൽ നിർത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ വെപ്പുകാരനെ ഐ മീൻ ആ റോള് വെപ്പുകാരന്റെ ആക്കിയതിൽ, ഫുഡ് ഉണ്ടാക്കുന്ന ആളാക്കിയതിൽ എന്തെങ്കിലും ഒരു you need someone to serve അല്ലേ? If there is a master, if there is a master, there is a servant. So അതാണ് ആ ഒരു ഡൈനാമിക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു ഡയലോഗ് പെട്ടെന്ന് ഒരു തരം ചിരിയും അന്നാ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു ഡയലോഗ് ആയിരുന്നു, നിനക്ക് ഫുഡും ഐ മീൻ ഭക്ഷണവും ഇതൊക്കെ തന്നത് ഞാനല്ലേ എന്നുള്ളൊരു ഡയലോഗ്. അത് രാഹുൽ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം മാറ്റി എഴുതിയതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഡയലോഗിന്റെ ഒരു ക്രിയേഷൻ നടന്നത്? നിനക്കിതൊക്കെ തന്നത് ഞാനല്ലേ എന്നുള്ളത് നാച്ചുറലായിട്ട് അതന്നെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, ഈ സിമ്പിൾ ആയിട്ട് ആ ഡയലോഗ് തന്നെ. അതെ അതെ. ഇപ്പൊ ഇതിനകത്ത് ഈ കൊടുമൺ പോറ്റിയുടെ കഥാപാത്രത്തെ ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പം അതൊരു ഇപ്പൊ ആ ക്യാരക്ടറിനെ ആളുകൾക്ക് തോന്നണമെന്ന് വിചാരിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ട്, അയാൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ട്, അപ്പൊ അധികാരം എന്തായാലും വെച്ചിട്ട്. അപ്പൊ മമ്മൂട്ടിയെ പോലൊരു ആളുകൾ അത്ര ഇഷ്ടപ്പെടുന്ന അത്രയും ഒരു പൊസിഷനിൽ നിർത്തുന്ന ഒരാളെ ആ പൊസിഷനിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു ഇമോഷൻ മേ ബി ഒരു ഇഷ്ടം തന്നെ ആയിരിക്കാം എന്ന് തോന്നിയിരുന്നോ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്? അല്ല ഞാൻ ചില ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നടനോട് ആൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടം ഉള്ളിലുണ്ടാവുമല്ലോ. തുടക്കം നമുക്ക് ഇഷ്ടം വേണം അല്ലേ? മമ്മൂക്ക തന്നെയാണ് ആ ക്യാരക്ടറിന് വേണ്ടി, മമ്മൂക്കിക്ക് വേണ്ടി എഴുതിയ ക്യാരക്ടർ തന്നെയാണത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വരണമെങ്കിൽ അങ്ങനെ ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണം. ബോഡി നേച്ചറിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും സ്ലാങ്ങിലാണെങ്കിലും ഇതിലെല്ലാം ഒരു ഡിഫറൻസ് കൊണ്ടുവന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ മമ്മൂക്കടുത്ത് പോയി കഥ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് അതിൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടറിൻ്റെ എന്താണോ വേണ്ടത് അത് കിട്ടി. സോ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഇമോഷൻലെസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ബസ്റ്റ് ഔട്ട് ആവും, പെട്ടെന്ന് കാം ഡൗൺ ആവും. അത് സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്യുന്നത് അടിപൊളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ. ഓക്കെ. ഞാൻ പിന്നെ ഇപ്പം ഇതിനകത്ത് നമ്മൾ സ്റ്റോറിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചില സ്പേസസിൽ തുമ്പാട്, ചില സ്പേസസിൽ ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റോറി ആലോചിക്കുന്ന സമയത്തും ഇത്തരം റെഫറൻസസ് മൈൻഡിൽ വന്നിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു സ്വാധീനിച്ചിരുന്നു? നമ്മൾ ഗെറ്റിംഗ് മോട്ടിവേറ്റഡ് ഫ്രം അതർ ഫിലിംസ് ഫോർമാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഫൈൻ. കാരണം സിനിമ തന്നെ നമ്മുടെ അല്ല, മമ്മൂക്ക എപ്പോഴും പറയുന്ന കാര്യം ഇറ്റ് കെയിം ഫ്രം ദ വെസ്റ്റ്. നമ്മൾ അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്തു, നമ്മൾ നമ്മുടേതായ സ്റ്റൈലിലേക്ക് എടുത്ത് ഇതാക്കിയതാണ്. സോ ഇറ്റ്സ് എ ഹൈലി ഇൻസ്പിറേഷണൽ ആർട്ട്. സിനിമ ഉണ്ടാവുന്നതിന് മുമ്പ് തിയേറ്റർ ഫോംസ് എന്നാണ് ആകെയുള്ള റെഫറൻസസ്.
സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് വി ഹാഡ് എ ലോട്ട് ഓഫ് റെഫറൻസസ്. പല ഈ സിനിമാറ്റോഗ്രാഫേഴ്സ് ചോദിച്ചു നോക്കും ഈ ടർക്കോസ്കി എങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, ആ ഫിലിംസ് അങ്ങനെ ലൈറ്റപ്പ് എങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള എല്ലാം. അതേമാതിരി തന്നെ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ റെഫറൻസ് ഡെഫിനറ്റ്ലി അത് പീരിയഡ് ആയതുകൊണ്ടാണ് ആ റെഫറൻസിലേക്ക് പിടിക്കുന്നത്. അല്ലെങ്കിൽ യു വുഡ് നെവർ ഈവൻ ഇമാജിൻ അങ്ങനത്തെ ഒരു അതില് ആ തീം വേറെയാണ്, അത് ഗ്രീഡാണ്. ഇതില് തീം ഇസ് അബൌട്ട് പവർ ആൻഡ് കറപ്ഷൻ. ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്, രണ്ടായിട്ട്. ബട്ട് സെറ്റിംഗ് മേ ബി പീരിയഡ് ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിലേക്ക് കണക്ട് ആവുന്നത്. ഇപ്പം അർജുൻ അശോകന്റെ ക്യാരക്ടർ ഇതിനകത്ത് കുറച്ച് പാട്ടുകൾ പാടുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനായിട്ട് ചില കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാട്ട് പാടുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് മൗത്ത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടാണോ അത് വരേണ്ടത്, ലിപ്സ് അങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ചില കമന്റുകൾ വായിച്ചിരുന്നു. അപ്പം അത് ശ്രദ്ധിച്ചിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഓക്കെ. പിന്നെ ഇതിനകത്ത് മ്യൂസിക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു, അപ്പം അതിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ ഏജ് ഓഫ് മാഡ്നസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ് കൈൻഡ് ഓഫ് മ്യൂസിക് അതിൻ്റെ ഏറ്റവും എൻഡിൽ ആണ് വരുന്നത്. അപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു സിനിമയിൽ അത് എവിടെയെങ്കിലും വരണമെന്ന് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. അത് സിനിമയിൽ കൊണ്ടുപോയി അതൊരു കാലഘട്ടം ചെറിയൊരു പോയിന്റുണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. പിന്നെ ഇതിനകത്ത് ചില കട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമകളിൽ സാധാരണ കാണുന്നതാണ്. പിന്നെ നൈറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ള ഭയങ്കര മ്യൂസിക് കയറി വരുന്ന സമയത്ത് ടക്ക് എന്ന് പറഞ്ഞിട്ട് പകലിലേക്ക് മാറുന്നത്. അതിപ്പം ഇപ്പം നമ്മൾ ഭൂതകാലത്തിൽ നോക്കുകയാണെങ്കിൽ അത്തരം നമ്മൾ കാണുന്ന ടൈപ്പ് ഷോട്ടുകളൊന്നുമില്ല. ഇത് നമ്മൾ പല സിനിമകളിലും ഈ ഷോട്ട് സെയിം ഈ ബ്ലോക്ക് ഷോട്ട് ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. അത് രാവിലെ അതിൽ ഭൂതകാലത്ത് ചേച്ചി കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഡേ ടു നൈറ്റ് ടു ഡേന്റെ ഒരു സ്ലാം കട്ടാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കട്ടാണ്. അത് നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ എഴുതി അവിടെ സ്ലാം കട്ട്, സിഗ്നേച്ചർ കട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എഡിറ്റില് ഉള്ള ട്രാൻസിഷൻസ് അടക്കം ഞാൻ അത് സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ട്രാൻസിഷൻസ് ഇപ്പൊ ഈ ടൈം ലാപ്സിന്റെ ഒരു തേവൻ ഉറങ്ങി എണീക്കുന്ന ഒരു ട്രാൻസിഷൻ അത് സ്ക്രിപ്റ്റിങ്ങിലുള്ളതാണ്. ഇപ്പം പ്രേമലു പോലൊരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് ബ്രഹ്മയുഗം ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ബാർബിയും ഓപ്പൺഹൈമറും വരുന്ന സമയത്ത്. ബാർബി ഹൈമർ പോലെ കുറെ കാര്യങ്ങളുണ്ട്. പ്രേമലു ഭയങ്കര കളർഫുൾ ലൈറ്റ് മൂഡ് സിനിമയാണ്. ബാർബി കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഭയങ്കര കളർഫുൾ മൂവിയായിരുന്നു. ഓപ്പൺഹൈമർ ഭയങ്കര ഡാർക്ക് തീം അങ്ങനത്തെ ആയിരുന്നു. ബ്രഹ്മയുഗം അങ്ങനെയാണ്. ഇതിൽ നല്ലൊരു ആസ്പെക്ട് ആയിട്ട് എല്ലാവരും കാണുന്നത് 2 ജോണറിലുള്ള പടങ്ങളും ആളുകൾ തിയേറ്ററുകളിൽ നിറഞ്ഞ തിയേറ്ററുകളിൽ ഓടുന്നു എന്നാണ്. അപ്പൊ അതിനെ നിങ്ങൾ 4 പേരും എങ്ങനെയാണ് കാണുന്നത്? ഈ പ്രേമയുഗം എന്നാണ് അതിനെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ബ്രഹ്മലു ഉണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നസ്ലനും മമ്മൂദിയും ഒക്കെ ഈ പ്രേമയുഗവും പ്രേമയുഗം അല്ല അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വരുന്ന പോസ്റ്റേഴ്സ് ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാ കാണുന്നത്? ആളുകൾ രണ്ടിനും വന്ന് നിറയുന്നതിനൊക്കെ ഓഡിയൻസ് നല്ല സിനിമകൾ അക്സെപ്റ്റ് ചെയ്യും, എല്ലാവരും ഇൻഡസ്ട്രി ഗ്രോ കണ്ടന്റ് ആൾക്കാർ കാണാൻ തിയേറ്ററിൽ പോയി നിറഞ്ഞു കാണാനുള്ള ഒരു ഹാപ്പിനെസ്, സന്തോഷം. ആൾക്കാർക്ക് സന്തോഷം, നല്ല കണ്ടന്റ് വരുമ്പോ കുത്തി നിറയുന്നു. അൾട്ടിമേറ്റ് ambition, dream is to entertain നമ്മുടെ healthy audience. Nicely storytelling. നല്ല storytelling. So അത് റിയാലിറ്റി ആവാന്നുള്ളത് വലിയൊരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം ഇട്ടിക്കോരൊക്കെയാണ്, വിട്ടിക്കോരൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ ചർച്ചകളിലുണ്ടോ? ഒരു സിനിമയാക്കാനൊക്കെ ഉള്ള എന്തെങ്കിലും ചർച്ചകളിലൊക്കെ എപ്പോഴെങ്കിലും വന്നിരുന്നോ? അപ്പൊ ഈ വിഷയമൊക്കെ ആയതുകൊണ്ടാണ് ചോദിച്ചത്. രാവിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തില്ല. അല്ല, ആലോചനകളൊക്കെ എന്തെങ്കിലും? ഫ്രാൻസിസ് ഇട്ടിക്കോര വലിയൊരു സ്കോപ്പ്, ഭയങ്കര ഒരു ക്യാൻവാസിൽ എടുക്കേണ്ട സിനിമ സംഭവിച്ചുകൂടായില്ല. സിനിമയായിട്ട് കാണാൻ ആഗ്രഹമുണ്ടോ എഴുത്തുകാരന്? ഞാനെല്ലാം കണ്ടുകൊണ്ടാണ് എഴുതണം. എൻ്റെ എല്ലാം അപ്പം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം അത് വിഷ്വലായിട്ടാണ് കൺസീവ് ചെയ്യുന്നത് നോവൽ, എന്നിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ സുഗന്ധിയാണെങ്കിലും ഇട്ടിക്കോരയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ ആക്കാൻ തന്നെയാണ്, കാണാനും ഒക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ സന്തോഷം നടത്താൻ. കേൾക്കുന്നില്ലേ എന്നോട്?
ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിന്. താങ്ക് യു. താങ്ക് യു.